നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മള് ഛാന്തോക്യ ഉപനിഷത്തിലെ 2ാമത്തെ ചാപ്റ്ററിലെ 24ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭൂമി, അന്തരീക്ഷം, ആകാശം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരവും പൂജ നടത്തുന്നവർക്കുള്ള പാരിതോഷികങ്ങൾ. 1ാമത്തെ ശ്ലോകം. ബ്രഹ്മവാദിനോ വദന്തി യദ്വസൂതാം പ്രാതഃ സവനം രുദ്രാണാം മാധ്യദിനം സവനമാദിത്യാനാം ച വിശ്വേഷാം ച ദേവാനാം തൃതീയ സവനം. വിശുദ്ധ ജ്ഞാനത്തിന്റെ പ്രയോക്താക്കൾ, അതായത് ബ്രഹ്മവാദികൾ പറയുന്നു, രാവിലെയുള്ള സോമതർപ്പണം വസുക്കൾക്കും മധ്യാഹ്നത്തിലെ തർപ്പണം രുദ്രന്മാർക്കും 3ാമത്തെ തർപ്പണം ആദിത്യന്മാർക്കും വിശ്വദേവന്മാർക്കും ആയതിനാൽ. 2ാമത്തെ ശ്ലോകം. ക്വ തർഹി യജമാനസ്യ ലോക ഇതി സയസ്തം ന വിദ്യാത് കഥം പൂർവാദഥ വിദ്വാൻ കുര്യാത്. അപ്പോൾ എവിടെയാണ് ത്യാഗിയുടെ ലോകം? അറിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് യജ്ഞം വിജയകരമായി ചെയ്യുക? അതുകൊണ്ട് അറിയുന്നവർ ചെയ്യട്ടെ. 3ാമത്തെ ശ്ലോകം. പുരാ പ്രാതരവനുവാകസ്യോപകരണാ ജഘനേന ഗാർഹപത്യസ്യോദംഗമുഖ ഉപവിശ്യ സ വാസവം സാമാഭിഗായതി. രാവിലത്തെ തർപ്പണം ചെയ്യുന്നതിന് മുമ്പ് അവൻ ഗാർഹത്യ അഗ്നിയുടെ പുറകിൽ തെക്കോട്ട് നോക്കി ഇരിക്കട്ടെ. എന്നിട്ട് വസുക്കളോടുള്ള സാമ്യം ആലപിക്കട്ടെ. 4ാമത്തത്. ലോകദ്വാരം അപാവൃം പശ്യേമ ത്വാ വയം രാജ്യായ ഇതി. ഈ ലോകത്തിന്റെ വാതിൽ തുറക്കൂ, പൂർണ്ണത ലഭിക്കാൻ അങ്ങയുടെ മുഖം ദർശിക്കട്ടെ. 5. അഥാജുഹോതി നമോഗ്നായേ പൃഥിവിക്ഷതേ ലോകക്ഷിതേ ലോകം മേ യജമാനായ വിന്ദൈംസ വൈ യജമാനസ്യ ലോക ഏതാസ്മി. അതിനുശേഷം ഇത് ചൊല്ലിക്കൊണ്ട് തർപ്പണം ചെയ്യുന്നു. അഗ്നിക്ക് ഈ ഭൂമിയിന്മേൽ വസിക്കുന്ന അഗ്നിക്ക് ആരാധന. യജ്ഞകർത്താവായ എനിക്ക്
ഈ ലോകം നൽകൂ. യജ്ഞകർത്താവായ ലോകത്തിലേക്ക് ഞാൻ പോകും. ആറാമത്തെ അത്ര യജമാന പരസ്താദ് ആയുഷ സ്വാഹാപജിഹി പരപരിഹംഇതി ഉക്തോത്തിഷ്ഠതി തസ്മൈ വസവ പ്രാതഃ സവനം സംപ്രയച്ഛന്തി. അവിടേക്ക് ഈ ജന്മം കഴിഞ്ഞ് യജ്ഞകർത്താവ് പോകും. കാറ്റേ, ഇടിമിന്നൽ അകറ്റൂ. ഇത് പറഞ്ഞതിനു ശേഷം അവൻ എണീക്കുന്നു. അവന് വസുക്കൾ രാവിലത്തെ തർപ്പണം പൂർത്തീകരിക്കാം. ഏഴാമത്തത് പുരാമാധ്യൻ ദിനസ്യ സവനസ്യോപകരണാജ് ജഗനേന അഗ്നിധ്രിയസ്യോദന്മുഖ ഉപവിശ്യ സ രൗദ്രം സാമഭിഗായതി. മധ്യാഹ്നത്തിലെ തർപ്പണത്തിനു മുമ്പ് അവൻ അഗ്നിയുടെ പുറകിൽ തെക്കോട്ട് നോക്കി രുദ്രന്മാർക്ക് പവിത്രമായ മന്ത്രം ചൊല്ലുന്നു. ലോകദ്വാരം അപാവൃം പശ്യേമത്വാ വയം വൈരാജ്യായ ഇതി. പൂർണ്ണത ലഭിക്കാൻ അങ്ങയെ ദർശിക്കുവാൻ ഈ ലോകത്തിലേക്ക് ഉള്ള വാതിൽ തുറക്കൂ. ഒമ്പതാമത്തെ അഥ ജുഹോതി നമോ വായവേന്തരീക്ഷക്ഷിതേ ലോകക്ഷിതേ ലോകം മേ യജമാനായ വിന്ദ ഏഷ വൈ യജമാനസ്യ ലോക ഏതാസ്മി. അതിനുശേഷം അവൻ തർപ്പണം നടത്തുന്നു, ജപിക്കുന്നു. വായുവിന് ആരാധന. അദ്ദേഹം ആകാശത്തിലും ലോകത്തിലും വസിക്കുന്നു. യജ്ഞകർത്താവായ എനിക്ക് ലോകം ലഭ്യമാക്കൂ. യജ്ഞകർത്താവിന്റെ ഈ ലോകത്തിലേക്ക് ഞാൻ പോകും. 10 അത്ര യജമാന പരസ്താദ് ആയുഷ സ്വാഹാപജഹി പരിഹം ഇതി ഉക്തോത്തിഷ്ഠതി തസ്മൈ രുദ്രാമാദ്യം ദിനം സവനം സംപ്രയച്ഛന്തി. അവിടേക്ക് ജീവിതം കഴിയുമ്പോൾ യജ്ഞകർത്താവ് പോകും, അതായത് യജമാനൻ പോകും. കാറ്റേ, ഇടിമിന്നൽ അകറ്റൂ. അത് പറഞ്ഞ് അവൻ എഴുന്നേൽക്കുന്നു. അവന് രുദ്രൻ മധ്യാഹ്ന തർപ്പണം പൂർത്തീകരിക്കുന്നു. പുരാ തൃതീയ സവനയസ്യോകരണാജ് ജഗനേനാഹവന്യസ്യോദന്മുഖ ഉപവിശ്യ സ ആദിത്യം സ വൈശ്വദേവം സാമാഭിഗായതി. മൂന്നാമത്തെ തർപ്പണത്തിന് മുമ്പ് അവൻ ആഹാനീയ അഗ്നിയുടെ പുറകിലിരുന്ന് തെക്കോട്ട് നോക്കി ആദിത്യന്മാർക്ക് വിശ്വദേവന്മാർക്കും പവിത്രമായ മന്ത്രം ആലപിക്കുന്നു. ലോകദ്വാരം അപാവൃം പശ്യേമത്വാ വയം സ്വരാജ്യായ ഇതി. ഈ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കൂ. പൂർണ്ണത ഉദിക്കാൻ അങ്ങയെ ഞാൻ ദർശിക്കട്ടെ. പൂർണ്ണത ലഭിക്കാൻ അങ്ങയെ ഞാൻ ദർശിക്കട്ടെ. 13 ആദിത്യം അഥ വൈശ്വദേവം ലോകദ്വാരം അപാവൃണു പശ്യേമ ത്വാ വയം സാമ്രാജ്യായ ഇതി. അങ്ങനെയാണ് ആദിത്യന്മാരുള്ള മന്ത്രം. ഇനി വിശ്വദേവന്മാർക്കുള്ള മന്ത്രം. ഈ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കൂ. പൂർണ്ണത ലഭിക്കാൻ ഞങ്ങൾ അങ്ങയെ ദർശിക്കട്ടെ. 14 അഥ ജുഹോതി നമ ആദിത്യേഭ്യശ്ച വിശ്വേഭ്യശ്ച ദേവേഭ്യോ ദിവിക്ഷിതിഭ്യോ ലോകക്ഷിതിഭ്യ ലോകം മേ യജമാനായ വിന്ദത. പിന്നീട് അവൻ ഇങ്ങനെ ആലപിച്ച് തർപ്പണം ചെയ്യുന്നു. ആദിത്യന്മാർക്കും വിശ്വദേവന്മാർക്കും ആരാധന. സ്വർഗത്തിലും ലോകത്തിലും വസിക്കുന്ന അവർ ലോകം യജമാനനായ എനിക്ക് നൽകട്ടെ. 15 ഏഷ വൈ യജമാനസ്യ ലോക ഏതാസ്മി അത്ര യജമാന പരസ്താദ് ആയുഷ സ്വാഹാപഹത പരിഹം ഇതി ഉക്തോത്തിഷ്ഠതി. ശരിക്കും ഈ യജമാനന്മാരുടെ ലോകത്തിലേക്ക് ഞാൻ പോകും. ജീവിതം കഴിഞ്ഞ് അവിടേക്ക് യജമാനൻ പോകും. കാറ്റേ, ഇടിമിന്നൽ അകറ്റൂ. ഇങ്ങനെ പറഞ്ഞ് അവൻ എഴുന്നേൽക്കുന്നു. തസ്മാ ആദിത്യാശ്ച വിശ്വശ്ച ദേവാസ്ത്രീയ സവനം സംപ്രയച്ഛന്തി. ഏഷഃ വൈ യജ്ഞസ്യ മാത്രാം വേദ യ ഏവം വേദ. അവന് ആദിത്യന്മാരും വിശ്വദേവന്മാരും മൂന്നാമത്തെ തർപ്പണം പൂർത്തീകരിക്കുന്നു. ഇത് അറിയുന്നവൻ യജ്ഞത്തിന്റെ പൂർണ്ണത അറിയുന്നു. അതെ, ഇതറിയുന്നവൻ. അപ്പോ ഛാന്തോക്യ ഉപനിഷത്ത് യജ്ഞത്തിന്റെ പ്രാധാന്യം അറിയാം. എന്താണ് യജ്ഞം എന്ന് പറയുന്നത്? ഭഗവത്ഗീത വായിച്ചാൽ വളരെ ഭംഗിയായിട്ട് ഭഗവാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ എന്നുള്ള ആ ബോധം ഇടപെടാതെ എനിക്ക് മാത്രം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരാതെ നിസ്വാർത്ഥമായിട്ട് നമ്മളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാം ഒഴുകാൻ അനുവദിക്കുമ്പോൾ അത് യജ്ഞമായിട്ട് മാറും. ഞാൻ എവിടെയൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നു
അവിടെയൊക്കെ അത് കള്ളനാണ്, നമ്മൾ പാപമാണ് ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. അത് പാപമാണ് നമുക്ക് മാത്രം. കാരണം എല്ലാം നൽകപ്പെട്ടതാണ്. നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. സഹജമാർഗത്തില് ബാബുജി മഹാരാജ് ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ഓൺലി സിൻ എന്ന് പറയും. കൃതജ്ഞത, അതാണ് ഒരേ ഒരു പാപം. എന്താണ് കൃതജ്ഞത എന്ന് പറയുന്നത്? നമ്മൾക്ക് എല്ലാം ലഭിച്ചതാണ്. നമ്മുടെ ഈ ശരീരം പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ശക്തിയും എല്ലാം നമുക്ക് നൽകപ്പെട്ടതാണ്. ഇതൊന്നും നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിച്ചാൽ ശരീരം രൂപീകരിക്കപ്പെടും, ദഹിക്കും. വായു ശ്വസിച്ചാൽ അതിൽ നിന്ന് ആവശ്യമുള്ള ഓക്സിജൻ എടുക്കും. നമ്മുടെ ഉള്ളില് ഇമ്മ്യൂൺ മെക്കാനിസം നടക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ 99.999 എന്ന് പറയേണ്ട 100% തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് നൽകപ്പെട്ടു. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ഈ നൽകിയിട്ടുള്ള ഈ ഉപകരണം എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതിലെ ഉപകരണങ്ങളാണ്. ഇതെല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ ആ പൂർണ്ണതയുടെ പ്രവർത്തനത്തിനായിട്ട് സമർപ്പിക്കണം. ഇവിടെ അത് യജ്ഞവും. ഇത് പഠിക്കേണ്ടത് എവിടെയാണ്? ഇത് നമ്മുടെ വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് ലാലാജി മഹാരാജ്. ജീവിതത്തില് ത്യാഗം, യജ്ഞഭാവം വരുന്നത് വീട്ടില് നിന്നാണ്. നമ്മള് വീട്ടിൽ അറിയാതെ യജ്ഞങ്ങൾ നടത്തും. ത്യാഗം ബോധം നമ്മുടെ ഉള്ളിൽ വളരുന്നു. അമ്മ കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുന്നു ഒരു ജീവിതം. പേരൻസ് രണ്ടുപേരും. കുട്ടികൾ ഇതുപോലെ തന്നെ പെരുമാറുകയാണെങ്കിലും അച്ഛനും അമ്മയും എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പഠിക്കാനുള്ള അവസരം, ഭക്ഷണം, ഇതെല്ലാം ഞാൻ അവരുടെ ആ പേര് നിലനിർത്താനായിട്ട്, അവര് എന്താണോ ചെയ്തത് ആ യജ്ഞഭാവം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കും. അപ്പൊ പേരൻസ് നൽകിയിട്ടുള്ള ആ സ്നേഹം, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നിലൂടെ ഒഴുകണം. അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിനെ സേവിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഹൈറാർക്കിയോട് പേരൻസിലൂടെ വന്ന ഈ സ്നേഹം എവിടെന്നാ വന്നത്? അത് പൂർണ്ണതയിൽ നിന്നാണ്. അവർ രണ്ടുപേരും വിവാഹം ചെയ്തു. ആ വിവാഹത്തിന് 2 സ്ട്രീംസ്, അച്ഛന്റെയും അമ്മയുടെയും സ്ട്രീംസ് അവിടെ ജോയിൻ ചെയ്യണം, സ്നേഹത്തോട് കൂടിയിട്ട്. ഇനി ലോകത്തിലേക്ക് ഒരു വ്യക്തിത്വം വളരാനായിട്ടുള്ള ഒരു അവസരം നൽകുക. അപ്പൊ അവിടെ സ്നേഹമാണ് കുട്ടിക്ക് ജന്മം നൽകുന്നത്. എന്നിട്ട് ആ സ്നേഹത്തിന്റെ മാധ്യമമായിട്ട് കുട്ടിയും വളർന്നു വരുമ്പോൾ അത് യജ്ഞഭാവം വീട്ടിൽ നിലനിൽക്കും. വീട്ടില് ഹാർമോണി, സ്നേഹം, പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, ഇതെല്ലാം ഉള്ളപ്പോൾ അതൊക്കെ യജ്ഞം തന്നെയാണ്. വേറെ യജ്ഞം അവിടെ ആവശ്യമില്ല. നമ്മള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൽ സാധനങ്ങൾ ഇടുന്നത് മാത്രമല്ല യജ്ഞം. അവിടെയും നമ്മൾ നമ്മുടെ നിസ്വാർത്ഥത കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹോമിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ഹോമിക്കാറ്. അഗ്നി ഈശ്വരന്റെ പ്രതീകമാണ്. ഇവിടെ ചാന്തോക്യോപനിഷത്തിൽ അഗ്നിനെ വളരെ പ്രധാനമായിട്ട് പറഞ്ഞു. അഗ്നിക്ക് പുറകിലായിട്ടിരിക്കണം. അഗ്നി സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്ന് നമ്മുടെ സാരിമാർഗത്തിന്റെ ഗുരുനാഥൻ രാജീവ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ സ്നേഹമാണ് അവിടെ വരുന്നത്. അപ്പോൾ സന്ധ്യകള് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 സന്ധ്യകളാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. സന്ധികൾ അതിൽ 2 സാധാരണ ചെയ്യും. ഉച്ചയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് രാവിലെയും വേണം. സന്ധി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്കുള്ള മാറ്റം. രാത്രി മാറിയിട്ട് പകലായിട്ട് മാറും. പകല് രാവിലെ ചൂട് തന്നെ, ഉച്ച കഴിഞ്ഞ് ചൂട് കുറയുന്നു, അതിന് വൈകുന്നേരം രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ 3 സന്ധികളെ പറ്റി വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ മൊമെന്റും സന്ധിയല്ലേ. ഒരു നിമിഷം വരുന്നു, നിമിഷം പോകും. ഒരു ശ്വാസം വരുന്നു, ശ്വാസം പോകും. ഒക്കെ സന്ധികളാണ്. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ പുറത്തേക്ക് പോകുന്നോ, പുറത്തേക്ക് പോയ ശ്വാസം ഉള്ളിലേക്ക് വരുന്നോ, എന്താണ് ഇത്ര നിശ്ചയമുള്ളത്? ഒരു ജന്മമാണ് ശരിക്കും അത്. ഉള്ളിലേക്ക് എടുത്ത ശ്വാസം അല്ലെ പുറത്തേക്ക് വിട്ട ശ്വാസം ഉള്ളിലേക്ക് കയറുന്നത് അവിടെ അദ്ദേഹം തീരുമാനിക്കുന്നതാണ്. നമ്മൾ ഹൃദയപിടിപ്പിൽ ഒരു അടി കഴിഞ്ഞ് അടുത്ത അടി വരുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനം. അപ്പൊ വേണമെന്ന് തീരുമാനിച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്ത് അതോടുകൂടി ലൈഫ് അവസാനിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിമിഷങ്ങൾ മുഴുവൻ സന്ധികളാണ്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 സന്ധികളെ പറ്റി പറയുന്നത്. അപ്പൊ സ്കൂളിൽ നമ്മൾ പലതും പഠിക്കുന്നു. അത് എന്തിനാണ്? നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടി, ഓരോ നിമിഷത്തിൽ അത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ സന്ധികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇവിടെ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമുക്ക് പ്രകാശം നൽകുന്ന ആദിത്യന്മാരോടും, നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്ന ദേവന്മാരോടും, നമുക്ക് ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ തന്നെ വിശ്വദേവന്മാരോടും എല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കണം. എന്നിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഇരുന്നിട്ട് പറയാണ്, എനിക്ക് അങ്ങയുടെ മുഖം ദർശിക്കണം.
ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പാത തുറക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇവരൊക്കെ നമുക്ക് ബ്ലോക്കാണ്, നമ്മളാണ് ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഓരോരോ ദേവീദേവന്മാർക്ക് വഴിപാട് നേരുന്നു. എന്തിനാണത്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലെ പേഴ്സണാലിറ്റീസാണ് ആ ദേവീദേവന്മാർ. നമ്മൾ ഓരോരോ പേര് കൊടുക്കുന്നു, അത് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ആയിട്ട് അതിന് ശക്തി കൊടുക്കുമ്പോൾ, ഒരു കളക്ടർ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ പ്യൂണിന് കൈക്കൂലി കൊടുക്കുന്ന പോലെ പ്യൂൺ പിന്നെ അങ്ങോട്ട് കടത്തി വിടില്ല. എല്ലാ ദിവസവും ആയിപ്പെട്ടൊരു കാര്യമല്ല. അപ്പൊ അവരോട് പറയാം, ഞാൻ നിങ്ങളെ റെസ്പെക്റ്റോടുകൂടെ കാണുന്നു, എനിക്ക് ആ വഴി കാണിച്ചു, അങ്ങേലിക്കുള്ള വഴി കാണിച്ചു തരണം. ഇവരോട് സ്നേഹത്തോടെ പെരുമാറി നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ അല്ല നമ്മുടെ താവളം, ഇവിടെ നിൽക്കേണ്ടവരല്ല. അനികേതഃ സ്ഥിരമതിഹി ഭക്തിമാന്യേ പ്രിയോ നരഹ എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയും. അപ്പൊ നമുക്ക് ആ ദർശനമാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷൻ അപാവന് സത്യധർമായ ദൃഷ്ടയെ. ഈശാവാസ്യ ഉപനിഷത്ത് പറഞ്ഞു, ഹിരൺമയമായിട്ടുള്ള ആ ഒരു തടസ്സം, അതായത് എൻ്റെ ഈഗോ ഓരോന്നും ഞാൻ ശക്തി നൽകിയിരിക്കുന്നു, അതിന്നൊക്കെ വിഡ്രോ ചെയ്യണമെന്ന് അത് സ്നേഹത്തോടു കൂടി നമ്മൾ അവരെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അതാണ് സഹജമാർഗത്തിൽ. ബി ഗ്രേറ്റ്ഫുൾ. നമ്മൾ ശരിക്കും മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരിക്കലും നമ്മൾ എവിടെ ഇടിച്ചു കയറി പോകാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഇതുവരെ ലഭിച്ചതിലെല്ലാം ഗ്രേറ്റ്ഫുൾ ആണ്. നമുക്ക് ലഭിച്ച എക്സ്പീരിയൻസിനെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം എന്ന് നമ്മുടെ മാക്സിംസ് സഹജമാർഗ മാക്സിംസ് പറയും. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളുടെ പുരോഗതി നടക്കുള്ളൂ. ഇല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നതായി നമുക്ക് തോന്നും. അതാണ് ശാന്തോഗ്യ ഉപനിഷത്തിൽ ഇവിടെ പരാമർശിക്കുന്നത്. യജ്ഞഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഷെയറിങ്, സെൽഫ്ലെസ്നെസ്. എനിക്കുള്ളതെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്, ഞാൻ എന്നിലൂടെ എനിക്ക് ലഭിച്ചതെല്ലാം, എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് നിന്നോളും, ബാക്കിയെല്ലാം ഒഴുകാൻ അനുവദിക്കുന്നു. ശ്രീമദ് ഭാഗവത്തിലെ ഒരു ചെറിയ എപ്പിസോഡ് ഉണ്ട്. രാജസൂയ യജ്ഞം കഴിഞ്ഞ് യുധിഷ്ഠിരൻ പന്തലിൽ നടക്കുമ്പോൾ ഒരു മങ്കൂസ്, ഒരു കീരി അവിടെ കിടന്ന് ഉരുളും. ആ മങ്കൂസിന്റെ ഒരു സൈഡ് സ്വർണ്ണവർണ്ണ, മറ്റേ സൈഡ് സ്വർണ്ണവർണ്ണ. അവൻ കിടന്ന് ഉരുളാണ്. അപ്പൊ ഈ കീരിയോട് യുധിഷ്ഠിരൻ ചോദിക്കും, എന്തിനാണ് അതിനെ കടന്ന് ഉരുളുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ പല യജ്ഞശാലകളിലും പോയി മറ്റേ സൈഡ് സ്വർണ്ണവർണ്ണമാക്കാൻ, എനിക്കത് സാധിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഈ സൈഡ് സ്വർണ്ണമായത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഒരിക്കലും ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി, സ്വാർത്ഥതയില്ലാതെ ലോകത്തിലേക്ക് സ്നേഹം മാത്രം നൽകുന്നവരാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവര് ഈ അച്ഛൻ ഭക്ഷാടനം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ദിവസത്തെ വർക്കെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന അന്നം അത് എല്ലാവരും ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഒരു ഭക്ഷണം കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കടന്ന് അവിടെ ചെന്നു. ഒരു വൃദ്ധൻ അവിടെ കടന്നു. ആ വൃദ്ധൻ ഞാൻ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കുറേ ദിവസം എന്തെങ്കിലും തരണം എന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ ഭക്ഷണം മുഴുവനായി കൊടുത്തു. ഇവര് പട്ടിണി കിടന്നു. അപ്പൊ ഞാൻ ആക്സിഡന്റിലായിട്ട് അവിടെ പോയി വീണപ്പോൾ എൻ്റെ ഒരു സൈഡ് സ്വർണ്ണമായി. അപ്പൊ അതാണ് യജ്ഞശാല. അവിടെ നടന്നതാണ് യജ്ഞം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും യജ്ഞഭാവത്തോടെ ജീവിക്കണം. ഇതിന് നമുക്ക് ഒരുപാട് സാമഗ്രികൾ ആവശ്യമില്ല, ഒരുപാട് പൈസയുടെ ചിലവില്ല. ജീവിതത്തിൽ നമ്മൾ ഷെയറിങ്, കെയറിങ്, ഗ്രാറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കെല്ലാം തരുന്ന ആ സൃഷ്ടാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തീർച്ചയായിട്ടും വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.